തികച്ചും കെട്ടിച്ചമക്കപ്പെട്ട ഒരു നിയമമാണ് ഇപ്പോൾ ഇതിൻ്റെ ഭേദഗതി എന്ന പേരിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. സമഗ്രമായ ഒരു വഖഫ് നിയമം ഇന്ത്യയിൽ ഉണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലുള്ള വഖഫ് സ്വത്തുക്കൾ അത് മുസ്ലിങ്ങളുടെ ഒരു അവകാശമാണ്. ഈ വഖഫ് ചെയ്യുക, അതിൻ്റെ ആ സ്വത്തുക്കളുമായി അതിനെ സംരക്ഷിക്കുക എന്നൊക്കെ മുസ്ലിങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള അവകാശമാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിന്ന് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നതിന് വേണ്ടി വഖഫ് സ്വത്തുക്കൾ പല ഊടുവഴികളിലൂടെ പിടിച്ചടക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു നിയമമാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ കക്ഷികളെല്ലാവരും യോഗം ചേർന്നു ഇതിനെ ശക്തമായിട്ട് എതിർക്കാൻ വേണ്ടി തീരുമാനിക്കാനുണ്ടായത്. മുസ്ലിം ലീഗും അതിൻ്റെ ഭാഗമാണ്. മുസ്ലിം ലീഗും അതിനെ എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ കക്ഷികളെല്ലാം എല്ലാ മതേതര കക്ഷികളും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന ബില്ലിനെ ശക്തമായിട്ട് തന്നെ പാർലമെൻറ്റിൽ എതിർക്കും. അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗും അതിനെ എതിർക്കുക. അതായത് വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു ഇടപെടുക എന്നുള്ളതാണ്. ഒരു പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ച് കൊണ്ടുവരുന്ന ഒരു നിയമമാണ്. അതുകൊണ്ടാണ് ടോട്ടലായിട്ട് മതേതര കക്ഷികൾ മുഴുവൻ അതിനെ എതിർക്കുന്നത്. അതുതന്നെയാണ് നിലപാട്, അതുതന്നെയാണ് എല്ലാ കക്ഷികളുടെയും നിലപാട്. ഇതിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്നതാണ്. കേരളത്തെക്കാളും കൂടുതൽ വഖഫ് സ്വത്തുക്കൾ മറ്റു സംസ്ഥാനങ്ങളിലുണ്ട്. അപ്പോൾ അതിനൊക്കെ പല കാരണങ്ങളും പറഞ്ഞ് അതിനെ പിടിച്ചെടുക്കുക എന്നുള്ളൊരു ഗൂഢലക്ഷ്യം ഇപ്പോൾ BJP കൊണ്ടുവരുന്ന ഈ ബില്ലിലുണ്ട് എന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതേതര കക്ഷികളും അതിനെ പാർലമെൻറ്റിൽ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ വലിയൊരു അപകടം വേറെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ അല്ല, മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഒരു നിയമം കൊണ്ടുവന്നാൽ അത് എല്ലാവർക്കും ബാധകമാണ്. ഇത് ദേശീയ തലത്തിലുള്ള ഒരു വിഷയമാണ്. മുനമ്പം വിഷയം രമ്യമായിട്ട് പരിഹരിക്കണം എന്നുള്ള നമ്മൾ നേരത്തെ എടുത്ത വിഷയത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന പരിഹരിക്കാനുള്ള വിഷയങ്ങൾക്ക് പിന്തുണ കൊടുക്കുമെന്ന് ഇവിടുത്തെ എല്ലാ സംഘടനകളും പറഞ്ഞ വിഷയത്തിൽ അതിലൊന്നും മാറ്റമില്ല. അതിൽ മാറ്റമില്ല. ഇതിൽ ഒന്നും രണ്ടും ക്ലോസ് അല്ല, ഒരുപാട് ക്ലോസ് ഉണ്ട്. ഒക്കെ ബോർഡിൻ്റെ ഘടനയെ മാറ്റുകയാണ്. അതുപോലെ തന്നെ ട്രിബ്യൂണലിൻ്റെ വിധി പുനഃപരിശോധിക്കാൻ ഒരു ഉദ്യോഗസ്ഥന് അധികാരം കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ലല്ലോ ഈ സമിതികളുള്ളത്. അതിലൊക്കെ അതാത് സമുദായങ്ങൾ മാത്രം പാടുള്ളൂ എന്നുള്ളത് ഉണ്ടാകുമ്പോൾ ഈ ഒരു മൈനോറിറ്റിയുടെ കാര്യത്തിൽ പിന്നെ അതിനെയൊക്കെ വിപുലീകരിക്കുകയാണ്. അങ്ങനെ പലജാതി പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. വളരെ വർഗീയമായി വിഭാഗീയമായി ഉത്തരേന്ത്യയിലെ ചില ലക്ഷ്യങ്ങളൊക്കെ പ്രത്യേക പ്രോപ്പർട്ടി പിടിച്ചെടുക്കാനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ലക്ഷ്യം വെച്ച് കൊണ്ടുവരുന്ന ഒരു നിയമമാണിത്. അതിനെ ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല. നഗശികാന്ത എതിർക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ചോദ്യം ചെയ്ത് നിയമപരമായി ബില്ല് പാസ്സായാലും കോടതിയിൽ പോകും എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഇവിടുത്തെ ഒരു പ്രശ്നം അതുമായിട്ട് ബന്ധമില്ല. ഇവിടുത്തെ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ഇവിടുത്തെ സർക്കാർ എടുക്കുന്ന തീരുമാനവുമായിട്ട് എല്ലാവരും സഹകരിക്കും. ഭീഷണിയുടെ സമീപനമുണ്ട്. ചില എംപിമാരുടെ ഓഫീസിനുള്ളിൽ ഇന്നലെയൊക്കെ പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട്. അല്ല, നമുക്ക് ഇവിടെ നിയമപരമായ രീതിയിൽ മുസ്ലിം ലീഗ് അതിനെ എതിർപ്പ് ഇത് പാസ്സായാൽ തന്നെ കോടതിയിൽ മുസ്ലിം ലീഗിനെ ചോദ്യം ചെയ്യാൻ കഴിയും. നിയമപരമായിട്ട് മുസ്ലിം ലീഗ് അതിനെ നേരിടുന്നതാണ്. നിയമം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു പ്രശ്നം മാത്രം മനസ്സിൽ പറയണ്ട. കേരളം ഒരു കൊച്ചു സ്റ്റേറ്റാണ്. ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഉള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന വളരെ ലാർജറായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അതിനെ ഞങ്ങൾ ബില്ല് പാസ്സായാലും സ്വാഭാവികമായി അതിനെതിരായി കോടതിയിൽ പോകും. ആ കോടതിയിൽ ഫൈറ്റ് ചെയ്യും. ഇത് ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത് വേറെ, ഇത് വേറെ.